ഇന്ത്യയിൽ അങ്ങ് ജീവിക്കുന്ന ദ്രാവിഡർ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട്. അപ്പോഴാണ് ഈ ആര്യന്മാര് വളരെ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അറിയുന്നവരാണ്. കൃഷിയെക്കുറിച്ച്, കാർഷിക മേഖലകളെക്കുറിച്ച് അറിയുന്ന ആളുകളാണ്. അവർ കുറച്ച് പണ്ഡിതന്മാരുമാണ്. കാരണം ഈ ഭാഷ വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്യൻസ് ആണ്. സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഭാഷയാണ് അവരുടെ കയ്യിലുള്ളത്. ആര്യൻ ഭാഷയാണ്. ഇങ്ങനെ വരുന്ന സംസ്കൃത ഭാഷയാണ് ഇന്ത്യയെ പിന്നീട് കീഴടക്കുന്ന ഈ ജാതീയമായ വ്യവസ്ഥയെല്ലാം നിർണ്ണയിക്കുന്ന ഒന്നായിട്ട് പിന്നീട് മാറുന്നത്. അവിടെ നമുക്ക് ഇതുപോലെയുള്ള ഈ എങ്ങനെയാണ് ഈ ആചാരം വരുന്നത് എന്നുള്ളൊരു ടേണിംഗ് പോയിന്റിലൂടെ ഞാൻ പറയാം. അതായത് ഈ വരുന്ന ആര്യന്മാർ ഇന്ത്യയിലുള്ള അന്ന് ഇവിടെ ജീവിച്ചു വന്നതായിട്ടുള്ള നമ്മൾ പറയുന്ന ദ്രാവിഡ വിഭാഗത്തിൻ്റെ വിവാഹങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പൊ അത് തടയുക എന്നുള്ളത്, ഈ ഇങ്ങനെ ദ്രാവിഡന് വിവാഹം കഴിക്കുക, ഈ വന്ന ആര്യന്മാർ ദ്രാവിഡന് വിവാഹം കഴിക്കുക എന്നുള്ളത് തടയാൻ വേണ്ടിയിട്ടാണ് മനുസ്മൃതി പോലെയുള്ള നിയമസംഹിതകൾ. ഇതിനെങ്ങനെ തടയണം, എങ്ങനെ ജീവിക്കണം, ഇതെല്ലാം കണ്ട് പ്ലേറ്റോയും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്താണ് സിറ്റിസൺസ്, എങ്ങനെയാണ് സിറ്റിസൺസ് വേണ്ടത്, ഇങ്ങനെയുള്ള ഒരു വലിയൊരു സഭ മുകളിലുണ്ട്. ഈ സഭയുടെ ഭാഗമായി രചിക്കപ്പെടുന്ന കൃതികളാണ് മനുസ്മൃതി പോലെയുള്ള, മാത്രമല്ല രാമായണം പോലെയുള്ള, എന്ത് പറഞ്ഞാലും സഹിക്കുന്ന സ്ത്രീകളുള്ള, അല്ലെങ്കിൽ പ്രതികരണശേഷിയെ ഇല്ലാത്ത സ്ത്രീകളുള്ള, അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള സ്ത്രീകൾ, ഇതാണ് സ്ത്രീകൾ. കാരണം സമൂഹത്തിൽ അങ്ങനെയാണ്. കാരണം നമുക്കറിയാം, മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ജീവിതം എങ്ങനെയാണ്. പോളിഗാമിയും അതുപോലെ തന്നെ പോളിയാൻഡ്രിയും നിലനിൽക്കുന്നുണ്ട്. ബഹുഭാര്യത്വമുണ്ട്, ബഹുഭർത്തൃത്വമുണ്ട്. ഇതൊന്നും ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മമാണ് നമ്മുടെ ഈ ഇതിഹാസങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ ബൗദ്ധരുടെ ആശയങ്ങളെ, സമാധാനം, മൈത്രി, അതുപോലെ തന്നെ സാഹോദര്യം, ഇങ്ങനെയുള്ള വലിയ വലിയ ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ബൗദ്ധരുടെ ആശയങ്ങളെ ഒരു പരിധിവരെ മോഷ്ടിച്ചെടുത്തുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്വൈത വേദാന്തം പോലെയുള്ള കാര്യങ്ങൾ കെട്ടിപ്പടുത്തതെന്ന് ശ്യാംകുമാർ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിതൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഈ ബൗദ്ധരുടെ ആശയങ്ങളെ തട്ടിയെടുത്തുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, ഈ അദ്വൈത വേദാന്തം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ശങ്കരനെ പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് പൊതുവായി അറിയപ്പെടുന്നത്. ശങ്കരൻ പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് അറിയപ്പെടുന്നത്. പ്രച്ഛന്ന എന്താണ്? പ്രച്ഛന്ന വേഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, മറഞ്ഞിരിക്കുന്ന, ഒഴിഞ്ഞിരിക്കുന്ന. എന്നാൽ ബുദ്ധൻ തന്നെയാണ്, ബുദ്ധന്റെ തത്വങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ അറിയാം, നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ എല്ലാ വിനാശത്തിലേക്കും എത്തിക്കുന്നത്. ആഗ്രഹിക്കുന്നതിന് നമുക്ക് പരിധികൾ വേണം. എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ നിഷേധിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോൾ ജീവിതത്തിന്റെ സമാധാനത്തിലേക്ക് എത്തും എന്നുള്ള തരത്തിലുള്ള ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന ബുദ്ധന്റെ ഒരു ബോധോദയം കിട്ടിയ ദിവസം എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ ഇതൊരു തരം, ഈ ബോധോദയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു തരം തിരിച്ചറിയലാണ്. എന്താണ് ഞാൻ, എന്താണ് എൻ്റെ കഴിവ്? ഏത് മനുഷ്യനെയും വളർത്തുന്ന ഒരു കാര്യം എന്താണ് ഞാൻ എന്നും എൻ്റെ കഴിവുകൾ എന്താണ് എന്നും എൻ്റെ ലിമിറ്റേഷൻസ് എവിടെയാണെന്നും നമ്മൾ സ്വയം തിരിച്ചറിയുമ്പോഴാണ്, ആ ഒരു അറിവിൽ നിന്നാണ് നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പടുക്കാനും നമ്മളുടെ വീഴ്ചകളെ, നമ്മുടെ പോരായ്മകളെ നികത്തിക്കൊണ്ട് നമുക്ക് പരിഷ്കരിക്കാനുമെല്ലാം ഒരു സ്വയം പരിഷ്കരണവും നടത്തണമെങ്കിൽ നമുക്ക് സ്വയം ആത്മബോധം ഉണ്ടായിരിക്കണം. ഈ ആത്മബോധത്തിലേക്കുള്ള വഴികളാണ് ബുദ്ധൻ അവതരിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് തന്നെയാണ് ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താ പറയുക, ബ്രഹ്മാസ്മി തത്വസി പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഈ വാക്കുകൾ, മഹാവാക്യങ്ങൾ, നീ അതാണ് എന്ന് പറഞ്ഞാൽ അത് ഞാനാണ് എന്ന് സ്വയം പറയാനുള്ള ആർജവം ശിഷ്യന് ഇല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ തരത്തിൽ സ്വയം നമുക്ക് ആത്മബോധം ആവശ്യമാണ്, ഈ ബോധം ആവശ്യമാണ്. എന്താണ് ഞാൻ, എവിടെയാണ് എൻ്റെ ലിമിറ്റേഷൻ, എവിടെയാണ് എൻ്റെ വീക്ക്നെസ്. അല്ലാണ്ട് അഹം ഭാവമല്ല, ഞാനാണ് എല്ലാം എന്നുള്ള ഭാവമല്ല. ഞാനെന്ന ഭാവം തോന്നായിക വേണം. നമ്മൾ ഹരിനാമകീർത്തനത്തിലൊക്കെ പറയും അല്ലെ, ഈ തരത്തിൽ എന്താ പറയുക, മനുഷ്യരാശിയുടെ ഉന്നതിയിലേക്ക് പ്രാപിക്കാൻ വേണ്ടിയിട്ട്, അവരെ മനസ്സിന്റെ സമാധാനം ആർജിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്താ പറയുക, തൻ്റെ തത്വങ്ങളെ അവതരിപ്പിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അശോകനെ പോലെയുള്ള ശിഷ്യന്മാർ, അതും അന്ന് നിലനിൽക്കുന്ന ഭൗതിക ഭാഷയായിട്ട് സംസ്കൃതമുണ്ട് ഇന്ത്യയിൽ. ഒരു ഭൗതിക ഭാഷ പോലെ, ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന, ഇപ്പം എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. പണ്ടൊരു കാലത്ത് നമ്മൾ എന്താ പറയുക, ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എലൈറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അതുപോലെ സംസ്കൃതം വന്ന് സംസാരിച്ചിരുന്ന വലിയ വലിയ സഭകളുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാഷയാണ് പാലി പ്രാകൃത് എന്നൊക്കെ പറയുന്ന മറ്റൊരു സംസാര ഭാഷ. പ്രാകൃതിൻ്റെ ഒരു ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയണൽ വേരിയേഷൻ. ഈ പാലി ഭാഷയിൽ
വലിയ വലിയ എന്താ പറയുക പാറകളിലൊക്കെ തത്വങ്ങൾ, സ്വന്തം തത്വങ്ങൾ എഴുതി ബുദ്ധന്റെ തത്വങ്ങൾ പ്രദർശിപ്പിച്ച്. അപ്പൊ ബുദ്ധന്റെ തത്വത്തെ ഈ എന്താ പറയുക അഹിംസയെ, നമ്മൾക്ക് അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കൊല്ലാതിരിക്കലാണ് എന്നാണ് നമ്മുടെ ഇപ്പോൾ ഒരു വിശ്വാസം. അഹിംസ എന്ന് പറഞ്ഞാൽ ശങ്കരൻ തന്നെ പറയുന്നു അഹിംസ വാങ്മനക്കായേഹി പ്രാണിമാത്ര പ്രപീഡനം. അഹിംസ എന്ന് പറയുന്നത് ഒരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ദ്രോഹിക്കാതിരിക്കലാണ്. നമ്മൾ നാമൊക്കെ ചെല്ലുമ്പോൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് കായേന വാച മനസ്സേന്ദ്രിയേറുവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്പരം. ഇതൊന്നും ഞാൻ എങ്ങനെ, ഇതൊക്കെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാണ് എന്നാണ് പഴയ ആചാര്യന്മാരുടെ വിശ്വാസം. ഇത് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള പിൽക്കാലത്ത് പറഞ്ഞു വെച്ച ആശയങ്ങളെല്ലാം, ഈ അഹിംസാ തത്വമെല്ലാം എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് ചോദിക്കും. ഈ ലോകത്തിന്റെ എന്താ പറയുക ഒരു അർത്ഥമില്ലായ്മ ആരാണ് നമുക്ക് ആദ്യം തുറന്നു കാണിക്കുന്നത്? ഈ ശ്രമണകന്മാരായിട്ടുള്ള ബൗദ്ധന്മാരായിട്ടുള്ള സന്യാസിമാരാണ്.